ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അങ്ങനെ ഇതാ നമ്മൾ തുടക്കം തന്നെ ചെക്ക ചെയ്ത് തിന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ചെക്ക വെച്ചിട്ട് ഇപ്പോൾ ചെക്ക സീസൺ ആയതുകൊണ്ട് എല്ലാം മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ വീട്ടിൽ ചെക്ക ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഉമ്മാൻ്റെ ഏട്ടത്തിയൊക്കെ ചെക്ക പൊരിച്ചതും ചെക്ക ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുതരും. അതുപോലെ തന്നെ ഞമ്മക്കും എല്ലാ ദിവസവും പച്ചച്ചക്കയായിട്ടും പുളിച്ച ചക്കയായിട്ടും പഴുത്ത ചക്കയായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നിലത്തിരുന്നിട്ട് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് ചെയ്യുന്നു. അപ്പോൾ എണീക്കാൻ നേരത്താണ് കേട്ടോ എനിക്ക് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് നിന്നിട്ട് ജസ്റ്റ് ഒരു കുറച്ച് ക്ലിപ്സ് എടുത്തതായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള മഴയൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഇതാ ഇവിടെ മേശേൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണം. മോളതും മോൻ്റെതൊക്കെയാണ് കേട്ടോ. അപ്പോൾ മോളിതാ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ആളെ തൊട്ടിലിട്ടിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് കരയും, പിന്നെ ഇച്ച് പോയിട്ട് ഇടങ്ങാറാക്കും, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള നീറ്റ് കരച്ചിലും ഇതൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇതുവരെയായിട്ട് നമ്മളെ ഫേസും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ആളെ ഉപ്പാക്ക് വലിയ താല്പര്യമില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും ഒന്ന് കാണിക്കണ്ട കേട്ടോ. ആൾ സമ്മതിക്കുന്ന ടൈമിൽ ഞാൻ എന്തായാലും കാണിക്കണ്ട. അപ്പോൾ ഇപ്പോൾ ആൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ വീഡിയോസിലൊന്നും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതായി അസ്ലു വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പോനി വന്ന് അപ്പോൾ അവനോട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇച്ചു കാറും അവൻ്റെ വണ്ടികളൊക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഫോൺ കൊടുത്തിട്ടില്ല, ഇങ്ങനെ കളിച്ചോളും അല്ലേ. പിന്നെ ആൾക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്തെ തറവാട്ടിൽ നിന്ന് മക്കളെല്ലാവരും വന്നാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് ചതുപ്പ് കേട്ടോ, ചതുപ്പ് അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മൾ പ്രസവത്തിൻ്റെ സമയത്ത് എല്ലുകളൊക്കെ ഇതായിട്ടാണല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാം ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ കുടിക്കും. ഒരു ദിവസമൊക്കെ ആയിട്ട് 1-2 ദിവസമൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ടില്ല. അപ്പം അതിന് ശേഷം തയ്ച്ചു വലിയമാനെ കൊണ്ട് പൗഡറൊക്കെ ഇടിപ്പിക്കാൻ കേട്ടോ. ആൾ രാവിലെ കുളിച്ച സമയത്ത് പൗഡറൊക്കെ ഇട്ടതായിരുന്നു. പക്ഷേ എങ്കിൽ പിന്നെയും എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റതിന് ശേഷം പിന്നെയും പൗഡറിൻ്റെ ഡപ്പി കണ്ടപ്പോൾ എനിക്ക് ഇടണം കേട്ടോ. അപ്പം അതിന് വാശി പിടിക്കുകയാണ്. കൺമഷി നിറച്ചും ഇടണം, പൗഡർ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വലിയമ്മ അതാ എനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവനുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഇതാണ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ള അവൻ്റെ കളി കേട്ടോ. അപ്പോൾ നിറച്ചിട്ട് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ 2 വയസ്സൊക്കെ ആയ മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് വാശിയും വികൃതിയൊക്കെയുള്ള കൂട്ടത്തിലായിരിക്കും കേട്ടോ. പിച്ചുവിൻ്റെ ഈ ടൈമിങ് അങ്ങനെയാണ്. അതിന് ശേഷം മാങ്ങ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് മാങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുക മാങ്ങയാണ്. പിന്നെ ഇതാ ഞാൻ റെസിപ്പി കാണിക്കാൻ പോവാണ് കേട്ടോ. പൂരം വറുത്തത്. അപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും പൂരം വറുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി അരിയുന്നുണ്ട്. പിന്നെ ഇതാ പത്തിരിപ്പൊടീൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരവി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ കുറേ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരുടെ സ്ഥലത്തും ഈ ഒരു പൊടിക്ക് എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ചെറിയ ജീരകം, അതുപോലെ തന്നെ വെള്ളം കരിഞ്ചീരകമൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിക്കാം. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ്, മുഴുവനായിട്ട് എല്ലാവരും കണ്ടു നോക്കുക. നമ്മൾ ഈ ഒരു പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 40 കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റണമെന്നില്ലല്ലോ. കുട്ടികളൊക്കെ കരഞ്ഞിക്കണ ഓരോ എടുത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിശക്കുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ പൊടിയിലേക്ക് പിന്നെ കരിഞ്ചീരകവും വെള്ളമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുക. നമ്മൾ മരുന്നാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയാണെങ്കിലൊക്കെ നമ്മൾ ഈവനിങ്ങിലാണ്, മഗ്‌രിബിൻ്റെ വൈകുന്നേരത്തെ ആ സമയത്താണ് കേട്ടോ. അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം ഇതുണ്ടാക്കിയിട്ടുള്ളത് മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്തേന് കേട്ടോ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മരുന്നുകളും നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ രാവിലെ തന്നെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇതാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതെല്ലാവരുടെ സ്ഥലത്തും ഉണ്ടാക്കുമോ എനിക്കറിയില്ല കേട്ടോ. പലരും എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രസവരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ആളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ നാപ്പേനൊക്കെ പോവുക. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മളിത് ആവശ്യത്തിന് ഏലക്കായ ഇട്ടുക കേട്ടോ. അപ്പം ഏലക്കായൻ്റെ ഇത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ അതും കൂടി ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റേതായ നല്ല ടേസ്റ്റ് വരിക. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞ കളറിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പം അത്യാവശ്യം കളറിനനുസരിച്ചിട്ട് ഇപ്പം നല്ല മഞ്ഞ കളറ് വേണമെങ്കിൽ ആ ഒരു ടൈപ്പ് തന്നെ ഉണ്ടാക്കുക.
ഉണ്ടാക്കാൻ എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ആൾക്കെല്ലാം അറിയാം കേട്ടോ. ആൾക്ക് എല്ലാ പൊടികളും മരുന്നുകളും അതുപോലെ തന്നെ കഷായങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പൂത്തുന്നെയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുക. മക്കളെ പ്രസവത്തിനൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്രാവശ്യം പൂത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റിട്ടോ. അപ്പം മുഴുവനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുക്കളയിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഇതാ മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു 15-10 മുട്ടകൾ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുത്ത് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് ചെറിയുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഇടുന്നതുകൊണ്ടാണ് ഈ ഏലക്കായൻ്റെ അല്ലെങ്കിൽ മുട്ടേൻ്റെ സ്മെല്ല് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ നമ്മളിടുന്നത്. പിന്നെ നല്ല ഏലക്കായും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചവർ അല്ലെങ്കിൽ ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേങ്കിൽ ഈ ഒരു പൊടി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്, പക്ഷേങ്കിൽ പണി ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താക്കാൻ, ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കട്ടയൊക്കെ ഉണ്ടാവും. അപ്പം ചൂടാക്കി നല്ലോണം വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൊടിക്കൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുണ്ട്, പക്ഷേങ്കിൽ അത് ഉണ്ടാക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിൽ അത് നിൽക്കും കേട്ടോ. പിന്നെ ഗൾഫിലേക്കൊക്കെ നമ്മൾ എന്താക്കും, അതിങ്ങനെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം ഈ കടലയും ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമ്മളിങ്ങനെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ ബ്രദർ പഠിക്കുന്ന സമയത്ത് ഓനിക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് ഓനിക്ക് അങ്ങനെ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമ്പോൾ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് വിശപ്പും കൂടുതലായിരിക്കും. പുറത്തൊക്കെ നിന്ന് പഠിക്കുമ്പോൾ പിന്നെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ നല്ല ചിലവുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല വലിയ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കുറച്ചായിട്ടാണ് കേട്ടോ നമ്മൾ വറുക്കേണ്ടത്. ഒക്കെ കൂടി ഇട്ടിട്ട് വറുക്കാൻ അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ വറുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വറുത്തിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പം നല്ലോണം തീ വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തീ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയം വൈകും. പിന്നെ ഫസ്റ്റൊക്കെ പൂത്തു കുറച്ച് വറുത്തിട്ടോ. പിന്നെ ഉമ്മയും പൂത്തു രണ്ടാളും കൂടിയിട്ട് ഒരാൾ ഗ്യാസ്മിൽ നിന്നിട്ടും ഒരാൾ അടുപ്പത്ത് നിന്നിട്ടും അങ്ങനെ ഇതാക്കിട്ടോ. കാരണം പൊടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ പിന്നെ അത് വേഗം തീരും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാളും ചെമ്പട്ടിയിലൊക്കെ ഇട്ടിട്ട് ഉരുളിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുക്കുകയാണ് കേട്ടോ. തീരുന്ന കാണാനായിട്ട് അങ്ങനെ പിന്നെ വറുക്കുകയാണ്. നമ്മൾ ഒരു ചോറും തിന്നിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി റെഡിയാക്കിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ എന്നിട്ട് അങ്ങനെ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ഫുള്ളും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വറുത്തെടുത്തതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ പരിവെന്ന് വെച്ചിട്ട് മണൽത്തരി പോലെ ഇങ്ങനെ വേണം കേട്ടോ. ആ ഒരു തരിയാണ്, അതുവരെ നമ്മൾ വറുക്കണം കേട്ടോ. എന്നാലാണിത് നാശമാവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളൊരു തളുവയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം ചൂടാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ പഞ്ചസാരയും പൊടിയും ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ച പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ട് പോലെയൊക്കെ ഉണ്ടാകും. അത് പിന്നെ നമ്മൾ ഈ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഫൈനൽ സ്റ്റേജ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് തൂമിക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കറി തൂമിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, അതും കൂടിയും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടി തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയാൽ പിന്നെ ഇനിയിപ്പം കർക്കിടകമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്, വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതാ പൊടിയും ആവശ്യത്തിന് പൊടിയും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ പൊടിച്ചെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാറിലൊക്കെ ഇട്ട് സെറ്റാക്കി വന്നിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുരം ഫസ്റ്റത്തെ ഇത് നമ്മളിന്ന് പൊടിയും ഇത് നമ്മൾ ആദ്യം 2 സ്പൂണായിരുന്നു കേട്ടോ. സ്പൂണല്ല 2 കയ്യിലായിരുന്നു പഞ്ചസാര ഇട്ടു. പിന്നെ നമ്മളത് 1.5 മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഇത് കുറേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് 2 കയ്യിലൊക്കെ ഇടാം. അല്ലാത്തവർക്ക് അത്യാവശ്യം മധുരം മതി എന്നുള്ളവർക്കാണെങ്കിൽ 1.5 കയ്യിൽ മതി കേട്ടോ.
അങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഓരോ ഇനിയിപ്പം ആ പൊടികൾ മുഴുവനായിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇടാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് സ്പൂണൊക്കെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഞാനും ഉമ്മയൊക്കെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലിച്ചുവിന് സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ആളിവിടെ കളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിതാ അതൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പൊടിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ബേബീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തൂമിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ നമ്മൾ കരിഞ്ചീരകം വെള്ളമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതാക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള കരിഞ്ചീരകം ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ട സമയത്ത് പൊടിഞ്ഞുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അത്യാവശ്യം എടുത്തിട്ട് അത് നല്ലോണം നെയ്യിൽ എടുത്ത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ ഇതിങ്ങനെ പൊട്ടും കേട്ടോ. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പൊടിയിലിട്ടിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ആ നെയ്യും അതുപോലെ തന്നെ കരിഞ്ചീരകവും വെള്ളമൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന ഇതുവരെ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. തളവയും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. തലവയും കൊണ്ടില്ല ചട്ടകം കൊണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടുള്ളൂ. ആ നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടി ആകുമ്പം നല്ല പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. കഴിക്കാനും നല്ലൊരു ഇതുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ സ്റ്റേജ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ പാട് മൂടി വെക്കാൻ പാടില്ല കേട്ടോ. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം വേർപ്പൊക്കെ ഇറങ്ങും. അതുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയതെങ്കിലും പകുതി മാത്രമാണ് മൂടാൻ പാടുള്ളൂ. പകുതി തുറന്നിടണം കേട്ടോ. കാരണം ആവിയൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റായിട്ട് ഇതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ പകുതി തുറന്ന് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കുപ്പിയിലൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തൂപ്പിച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ പൂരം വറുത്തത് ഇവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി പിന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ അധികം ഇത് നമ്മളെ വല്യമ്മമാർ ഉമ്മമാർ അവരൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കർക്കിടകത്തേക്കും ഒക്കത്തേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി റെഡിയാക്കിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പീസ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഷോപ്പിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഓരോ റെസിപ്പീസായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ചെടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം വൈകുന്നേരം എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായയും പൂരം വറുത്തതും അതുപോലെ തന്നെ മഴയും കൂടി ഇതാകുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.